ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം പേരാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ 1600 രൂപയും സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 24 വരെയായിരുന്നു പെൻഷൻ മസ്റ്ററിംഗിന് അവസാന തീയതിയായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ സെപ്റ്റംബർ 30 വരെ സംസ്ഥാനത്തെ വാർഷിക പെൻഷൻ മസ്റ്ററിംഗിനുള്ള സമയം സർക്കാർ ദീർഘിപ്പിച്ചിരിക്കുകയാണ്. പെൻഷൻ മസ്റ്ററിംഗിന്റെ അവസാന തീയതി ദീർഘിപ്പിച്ചെങ്കിലും സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കളുടെ വീടുകളിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുമെന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത്. പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത പുനർനിർണയിക്കുന്നതിന് വേണ്ടിയാണ് പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ ചില വീടുകളിലേക്ക് എത്തിച്ചേരുന്നത്. അനർഹമായി പെൻഷൻ ആനുകൂല്യം നിരവധി പേർ വാങ്ങുന്നു എന്ന പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇത് അന്വേഷിച്ചറിയുന്നതിനായി ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തുന്നത്. അനർഹമായാണ് ഈ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നതെന്ന് പരിശോധനയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ പദ്ധതിയിൽ നിന്നും അവരെ പുറത്താക്കുന്നതായിരിക്കും. എന്നാൽ അർഹതയില്ലാത്തവർക്ക് സ്വയമേ ഈ പദ്ധതിയിൽ നിന്നും മാറുന്നതിനുള്ള അവസരം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. പെൻഷൻ ഗുണഭോക്താവിന്റെ ഭൗതിക സാഹചര്യങ്ങളാണ് ഇതിൽ പരിശോധിക്കുന്നത്. ഇതിൽ 3 കാര്യങ്ങളാണ് വരുന്നത്. 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കോൺക്രീറ്റ് വീടുകളിൽ താമസിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നൽകേണ്ട എന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ വീടുകളിൽ AC ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും 1000 cc എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള 4 ചക്ര വാഹനങ്ങൾ ഉണ്ടെങ്കിലും അവർക്കും പെൻഷൻ നൽകേണ്ട എന്നാണ് സർക്കാരിന്റെ തീരുമാനം. ഇത്തരത്തിലുള്ള വീടുകളിൽ കഴിയുന്നവരും പെൻഷൻ വാങ്ങുന്നുണ്ട് എന്ന പരാതിയിന്മേലാണ് അന്വേഷണം. ഈ 3 കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഭൗതിക സാഹചര്യത്തിൽ താമസിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കളെ ഈ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നത് ആയിരിക്കും. കൂടാതെ പെൻഷൻ ഗുണഭോക്താവിന്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുവാൻ പാടില്ല. മറ്റ് പെൻഷൻ സ്കീമുകളിൽ അംഗത്വവും ഉണ്ടാകുവാൻ പാടില്ല. തുടങ്ങിയതും ഇതോടൊപ്പം ഉണ്ട്. ഇവർക്കും പെൻഷൻ തുക അനുവദിക്കേണ്ട എന്നാണ് സർക്കാരിന്റെ തീരുമാനം. പുതുതായി പെൻഷന് അപേക്ഷിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഈ കർശന പരിശോധനകളെല്ലാം പിന്നിട്ട ശേഷമായിരിക്കും പെൻഷൻ അപ്രൂവൽ പോലുള്ള നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെയും വാർഡ് മെമ്പർമാരെയും കൗൺസിലർമാരെയും ഒക്കെ സ്വാധീനിച്ച് ഈ ആനുകൂല്യം കൈപ്പറ്റിയാൽ അവർ പിഴയും അടയ്ക്കേണ്ടതായി വരും. പരിശോധനകൾ വിവിധ മേഖലകളിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിനാൽ തന്നെ അനർഹമായി പെൻഷൻ വാങ്ങുന്നവർ സ്വമേധയാ പദ്ധതിയിൽ നിന്നും മാറുവാൻ ശ്രദ്ധിക്കുക. പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ പദ്ധതിയിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചിലപ്പോൾ പിഴ കൊടുക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം. അതിനാൽ തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാം ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ഇനിയും പൂർത്തിയാക്കാത്തവർ സെപ്റ്റംബർ 30 മുമ്പായി തന്നെ പൂർത്തിയാക്കുവാനും ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ സെപ്റ്റംബർ മുതലുള്ള പെൻഷൻ തുകകൾ നിങ്ങൾക്ക് മുടങ്ങുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.